ആ ജോസ്കർ എന്താ എന്താ ബിനാലെ കാറ്റേ കിട്ടണല്ല ഇവിടെ ആകുമ്പോ കല്ലിട തണലും കല്ലിടെ കല്ല് ഈ ഉദളത്തിന്റെ തണലും അല്ല ഇതാകുമ്പോ ഇടയ്ക്ക് ഉടനെ പറിച്ചിട്ട് നല്ലതാണ്. ശർക്കര ഇത്തിരി കയ്യിൽ വെച്ചേക്കണം. അത് കയ്യിലുണ്ടാവുമല്ലോ. പഞ്ചസാര മതിയല്ലോ. പഞ്ചസാര ഇല്ല ഉണ്ട്. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഒഴുകിയിട്ടുണ്ടാ പൊതിക്കാം. അപ്പൊ 2 മണിയാകുമ്പോ മുറിച്ചപ്പഞ്ഞി വെക്കാം. വെള്ളം ഈ അഷ്ടമിക്കൊക്കെ ഇത്തിരിയേറെ വലിക്കാൻ പറ്റുള്ളൂ. ഈ സമയത്തൊക്കെ വെള്ളം ഭയങ്കര ശക്തിയായിരിക്കും ഒഴുക്ക്. ഇപ്പൊ ആ സകല സ്ഥലവും കെട്ടി മുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒഴുക്ക് കുറഞ്ഞു, ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞു. മുമ്പ് ഒരുപാട് കപ്പലുകൾ ഇവിടെ കയറിയിരുന്ന വെച്ചാൽ പ്രസിഡന്റ് ലൈൻ അമേരിക്ക അപ്പടി വലിയ വലിയ ഷിപ്പൊക്കെ ആയിരുന്നു. ഇപ്പം ആ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മണ്ണ് വന്ന് വീഴാൻ തുടങ്ങി, ചെളിയും മണ്ണും വന്ന് വീഴാൻ. അപ്പം വലിയ വലിയ കപ്പലിനൊക്കെ കയറാൻ ബുദ്ധിമുട്ട് വന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പം അത് തന്നെ ഈ കൊച്ചിൻ പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സംഗതിയാണ്. പക്ഷെ ഈ ഇവിടെ പണി ഒന്നും നടക്കണില്ല. പോർട്ടാകെ കടത്തിലാണ് എല്ലാം. ഇപ്പം എല്ലാം ട്രാവലിംഗ് എല്ലാം എക്സ്പെൻസൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ വേറെ വേറെ പോർട്ടിലേക്ക് പോകാൻ തുടങ്ങി. മറ്റേ ചരക്കും കപ്പലൊക്കെ അങ്ങനെ വന്നില്ലല്ലോ. മുമ്പ് ചരക്കും കപ്പലൊക്കെ ഇഷ്ടംമാതിരി ഒരുപാട്. ഇപ്പം എല്ലാം മഞ്ഞ കണ്ടെയ്നറാണ്. ഞങ്ങൾ മീൻപിടുത്തത്തിന് കപ്പലിങ്ങനെ എതിരി കയറി വരിക, എന്നിട്ട് ഒഴുക്ക് വെള്ളം വലിക്കും കപ്പൽ. അപ്പം ഞങ്ങൾ അത് പിടിക്കില്ല, പൊക്കി നിർത്തി കൊടുക്കും. പൊക്കി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചാടൊന്നും വരും. അല്ലെങ്കിൽ അയാൾ പിടിക്കണ വെള്ളത്തിൻ്റെ ശക്തി കാരണം ഓടിക്കും. ഏകാദശിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുള്ളൂ. അത് ഏകാദശിയുടെ തലേദിവസം കിട്ടും. നാളെ ഏകാദശിന് ഇന്നും കിട്ടും, നാളെയും കിട്ടും. അത് വാവിൻ്റെ അന്ന് വരെ കിട്ടും. വാവ് കഴിഞ്ഞ് തക്കം മുറിഞ്ഞു. അപ്പോൾ ഭയങ്കര ഒഴുക്കായിരിക്കും വെള്ളത്തിൽ. അത് നേരത്തെയൊക്കെ പണിയൊക്കെ 2-3 മണിക്കൂറോ വർക്ക് ഉണ്ടാവും. ഭാരിച്ച പണിയൊന്നും ഉണ്ടായി. ഏറ്റവും ഇറക്കം ശക്തിയായിരുന്നു. ഇപ്പം അതല്ല, 24 മണിക്കൂർ ഇട്ട് ചാമ്പ് തന്നെ. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തി കുറഞ്ഞു. പിന്നെ ഒന്നുമില്ലാതെ ആകുമ്പോൾ ആൾക്കാർക്ക് മീൻ കുറയും. മീൻ പഴയതുപോലെ ഇല്ല. പഴയത് അടിയും പെട്ട് കിടക്കണ സമയമാണ്. അന്ന് കിഴക്കുവശമൊക്കെ ഒന്നും പിടുത്തമില്ല. ഇന്ന് 4 വശവും പിടുത്തമാണ്. ടങ്കീസ് വല കൊണ്ടും എല്ലാ വല കൊണ്ടും 4 വശവും പിടുത്തമായി. മറ്റേത് ഇതിൻ്റെ അകത്ത് വന്ന് കാരണം 2 ബോക്സ് ഉണ്ടാകും, 3 ബോക്സ് ഉണ്ടാകും, 5 ബോക്സ് ഉണ്ടാകും. എന്തുമാത്രം പൊലപ്പായി ചിലപ്പോൾ 100-150 വലിയ തിരിയൊക്കെ തന്നെ ചാടും. അപ്പം അതൊക്കെ നശിഞ്ഞു. മീനിൻ്റെ നാമധേയം തന്നെ പോകും. ഉള്ള ചീനവലൊക്കെ കിട്ടുന്ന മീനിൻ്റെ തന്നെ നാമനിർദ്ദേശം വന്നുപോയി. മീൻ ഉൽപ്പാദന ശക്തി ഇല്ല. ആ മീനുള്ള കിട്ടിയെന്ന് വെച്ചാൽ മീനിപ്പോൾ കിട്ടാനുമില്ല. ഇപ്പം ആകെ ഉള്ളത് ആകെ കിട്ടുന്നത് കാണുമ്പം പ്രായം കിട്ടും. ഇതും കൂടി പോയാൽ നൈറ്റ്. അത് സർക്കാരിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. വെള്ളം ഉണ്ടാ വെള്ളം പറ്റണം. മീനില്ലെങ്കിൽ മീന് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം പറ്റണം. മത്സ്യത്തിൻ്റെ ഇത് വരുമ്പോൾ വരും. ഉൽപ്പാദനം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ചെറുപഴ മാത്രം നടക്കുന്നുണ്ട്. വെള്ളത്തിൽ കൊണ്ടുവന്ന് ഈ കമ്പനിക്കാരുടെ വിഷാംശങ്ങൾ കൊണ്ടുവന്ന് പോയിസൺ വെള്ളം അടിക്കും. പോയിസൺ വെള്ളം കമ്പനികൾ തുറന്നില്ലാന്നിട്ട് മീനൊക്കെ ചത്തുപോകും. അപ്പോൾ മുട്ട ഇടുന്ന മീനാണെങ്കിലും അതൊക്കെ ചത്തുപോകുന്നത്. അപ്പം തന്നെ അതിൻ്റെ നാമനിർദ്ദേശം വന്നു പോണേ. ഒരു മീന് മുട്ട ഇടുന്ന കോടാനകോടി കുഞ്ഞുങ്ങളാണ്. അത് നമ്മൾ എണ്ണി എടുക്കാൻ പറ്റില്ല. അതെന്തുമാത്രം മുട്ട കൊണ്ട് അത് മുട്ട വീണ കുഞ്ഞുങ്ങളായി. ഇതിനെക്കൊണ്ട് വർധന ഉണ്ടാകണത്. പിന്നെ അതിനെക്കൊണ്ട് നശിപ്പുണ്ട്. ആൾക്കാർ തന്നെ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് കൊന്നു കഴിയുമ്പോൾ അത് നശിക്കും. 4 ചുറ്റുമ്പോൾ 4 വശവും പിടുത്തമായി. നേരത്തെ അങ്ങനെ ചെറുമഞ്ചി മറ്റുള്ളതൊക്കെ ഒന്നും പിടുത്തമില്ല. ഇതിൻ്റെ അകത്ത് എന്തുമാത്രം കയറണം അത്രയും നമുക്ക് കിട്ടും. ഇത് പറിച്ചിട്ട് പോയി പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഇതിൻ്റെ അകത്ത് തന്നെ വരണം, എന്നാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ആ പശുവിനെ കെട്ടിയിട്ടാൽ പശുവിനെ അഴിഞ്ഞു പോയി തിന്നാൻ പറ്റില്ല. കെട്ടിയിട്ടാൽ അവിടെ തന്നെ ഉണ്ടാകണം പുല്ല്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ വരണം. പിന്നെ ഇങ്ങനെയുള്ള വാള ഇതൊക്കെ കാണാൻ നിർത്തി വല വിടാനുണ്ടെല്ലാം ഞങ്ങൾ തക്കത്ത് അനുസരിച്ച് വരുള്ളൂ.
അഷ്ടമിയാകുമ്പോൾ വെളുപ്പിന് 5:30 വരും. 6 മണി തൊട്ട് പണി കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ 9 മണിക്കുള്ളിൽ നിർത്തും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10-12 മണിയൊക്കെ പോക്കിടാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണി വരെയൊക്കെ കിട്ടും. ടൂറിസ്റ്റ് വരുമ്പോൾ നമ്മൾ അതൊക്കെ എത്തി അവരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ കൊണ്ടൊക്കെ ഒന്ന് വലിപ്പിച്ച് അവരെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്തെങ്കിലും നമ്മൾക്ക് അങ്ങനെയുണ്ടല്ലേ സ്റ്റാർട്ട് തരും. അത് ചിലപ്പോൾ കൂടുതലുണ്ടാകും, ചിലപ്പോൾ കുറവുണ്ടാകും. നമ്മളവരെ ബാർഗെയിൻ ചെയ്യും. അവർ മനസ്സറിഞ്ഞ് തന്നെയാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടാമത് നമ്മൾ ബാർഗെയിൻ ചെയ്യും. തെറ്റാണ്. അപ്പം തരുന്നവൻ തന്നെ ഓർക്കും ഇത് നമ്മളെ ബാർഗെയിൻ ചെയ്യണേ. അവർ നമ്മളേലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതിവിടെ ആരൊക്കെ വന്നി എന്തൊക്കെ വന്നെന്നൊന്നും ആർക്കും ഒരാൾ ജോഫന്മാർ വരും, വലിയ ഫോറിനേഴ്സിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. നമ്മളുടെ വാക്കിൻ്റെ അവരോടുള്ള സംസാരവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ട് വരുമ്പോൾ നമുക്ക് അവൻ 500 തരാൻ വേണ്ടി വന്നവൻ 1000-ൻ്റെയൊക്കെ പൊക്കി തരുമ്പോൾ നമുക്ക് അതവൻ മനസ്സറിഞ്ഞ് തന്നെയാണ്. പിന്നെ അവൻ ചീറ്റ് ചെയ്ത് നമ്മൾ എടുക്കരുത്. അത് കൊള്ളാത്ത പണിയാണ്. അപ്പം നമ്മുടെ ദുരാഗ്രഹമാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, കാണും. എല്ലാത്തിലും ഉണ്ടല്ലോ. എന്നെപ്പോലത്തെ മനസ്സാക്ഷിയുള്ളവൻ ചിലപ്പോൾ 1, 2, 3, 4 ഉണ്ടാവും. എവിടെയും എന്തും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അതിനെയൊക്കെ ഇപ്പോൾ കാലമുണ്ട്. അല്ലാതെ സത്യസന്ധതയായിട്ട് ജീവിക്കുന്നതിന് കാലമുണ്ട്. നമ്മളിവിടെ മീൻ പിടിക്കുന്ന ആര് പന്നി അവർക്ക് ആവശ്യമുണ്ട്, നമ്മൾ വില പറയും, അവർക്ക് സൗകര്യമുണ്ട്, അവരെടുക്കും. ഇവിടെ തൂക്കമില്ല. തൂക്കം അപ്പുറത്തെ ഷെഡിലാണ് മീൻ കറ്റ് വിൽപ്പന. അത് നമ്മൾ കൊട്ടക്കാലത്ത് ഉള്ളത്ര മീൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരും, നമ്മൾ വില പറഞ്ഞു തരും. വലയുടെ ഒരു മാസത്തിന് ഈ 3 വലമേലും 27%. 27%. അപ്പുറത്തായിട്ടൊക്കെ ഉള്ള 30%. ഇത് ആള് കൂടുതലാണ് വലിക്കണത്. ഈ 3 വലയും വലിയ വലയും. അപ്പോൾ 27% ഓണറിന് പോയി കഴിഞ്ഞാൽ ബാക്കി ഉള്ളത് ഞങ്ങൾക്കാണ്. ഞങ്ങൾ 1000 രൂപ കിട്ടി ഞങ്ങൾക്ക് 120 രൂപ കിട്ടും. എല്ലാം കൊടുത്തതിന് ശേഷം 1000 രൂപ നമുക്കുണ്ടെങ്കിൽ 270 രൂപ അയാൾ കൊടുത്തു. ബാക്കി നമ്മൾ 6 ആളും കൂടി പങ്കിട്ടു. അപ്പോൾ 120 രൂപ കിട്ടുള്ളൂ ഒരാൾക്ക്. അത് നമ്മുടെ ലക്കി പോലെ മോളിൽ കാണാനുള്ളതെല്ലാം തന്നെ. ഇന്നെന്ത് തന്നെ, നാളെ എന്ത് കൊടുക്കണം എന്നൊക്കെ എല്ലാം എഴുതണത് അയാളാണ്. ഇന്നെന്ത് കിട്ടിയില്ല, ആരെ പഴിയാറ് നമ്മൾ വില എടുത്തില്ല, നമുക്ക് കിട്ടിയില്ല, മദ്യപിക്കുകയും ചെയ്യും. നമ്മളുടെ ജോലി തന്നെ അധ്വാനമാണ്. നമ്മൾ കഴിക്കുന്നത് കഴിക്കില്ലെന്ന് പറഞ്ഞു. കഴിക്കാത്ത ആൾക്കാരുമുണ്ട്, കഴിക്കുന്നവരുണ്ട്, അലമ്പ് കാട്ടുന്നവരുണ്ട്, കാട്ടാത്തവരുണ്ട്. എത്ര വീട്ടിൽ കൊടുക്കും? അത് നമ്മൾ കിട്ടുന്ന പോലെ തന്നെ. എന്നാലും സ്ഥിരം വ്യാജസ് നമുക്കില്ലല്ലോ. അതെ, പിന്നെ അത് കൊടുക്കാൻ നമുക്കില്ല. കിട്ടുന്നല്ലോ. ഇപ്പം 50 കിട്ടിയാൽ നമ്മൾ ഇവിടുന്ന് ചായ കൂടിയോ അല്ലാതെ തീർട്ട് വരെയും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായില്ല. നമ്മൾ 500 കിട്ടിയാൽ നമ്മൾ 100-150 ഞങ്ങൾ കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ വെച്ചിട്ട് നാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ഷേമനിധിയൊക്കെ ഉണ്ടോ? എല്ലാ ക്ഷേമനിധിയും ഈമനിധിയും എല്ലാം ഉണ്ട്. അതും ഇപ്പം എല്ലാം നേരത്തെ കയ്യിലാട്ടിങ്ങൾ കിട്ടു വന്നു. ഇപ്പം ബാങ്ക് വഴിയാണ് എല്ലാം. ഗ്യാസ് നേരത്തെ നിങ്ങൾ കിട്ടു വന്നു. ഇപ്പം ഗ്യാസ് 1000 രൂപ കൊടുത്താൽ ബാക്കി കാശ് ബാങ്കിലാണ് വന്നത്. നിർഗതിയില്ലാത്തവൻ 1000 രൂപ ആരുടെയൊന്നും കടം മേടിച്ചിട്ടായിരിക്കും ഗ്യാസിന് കൊടുക്കുന്നത്. തരാമെന്നാണ്. ഈ 1000 രൂപക്ക് പിന്നെ ബാങ്കിൽ പറഞ്ഞാൽ മേടിച്ചവന് കൊടുക്കണമല്ല. പിന്നെ ഈ കാശ് വന്നത് എപ്പോഴായിരിക്കും? മാസങ്ങളാകുമ്പോഴായിരിക്കും. നേരത്തെ തിരിച്ചറിയൽ കാർഡ് വന്നു, അതിൻ്റെ പുറകെ ഒരു ആധാർ കാർഡ് വന്നു. ഇനി അതും മാറും. ജനങ്ങളാണ് പ്രതിനിധികളെ ജയിപ്പിച്ചു വിടുന്നത്. അവർ അവിടെ അതിൻ്റെ അകത്തേക്ക് അറിയുന്നിട്ട് ഓരോ കുത്തി വരക്കണല്ലേ പ്രാബല്യത്തിൽ വരുള്ളൂ. ഇതാരാണ് ബുദ്ധിമുട്ടിക്കുന്നത്? തിരിച്ചറിയൽ കാർഡിൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരാളുടെ സാധാരണക്കാരുടെ ഒരു തച്ച് പണിയാണ് അവിടെ പോകുന്നത്. ആധാർ കാർഡ് വന്നു, അവിടെയും പോയി ഒരു തച്ച് പണി 2. പിന്നെ അത് നമുക്ക് കിട്ടിയില്ല, പിന്നെയും വന്നില്ല, രണ്ടാമത് എടുക്കണമെന്നുണ്ട്, അപ്പോഴും പോയി ഒരു തച്ച് പണി. അപ്പം ഇതായിരിക്കും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക്.
ഇതിന്റെ കണക്കൊക്കെ പറയാം. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ചിലവ് കഴിഞ്ഞിട്ട് അതല്ല ഇതുണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തേക്കിൻ്റെ കഷ്ണം മേടിക്കാൻ പോകണമെങ്കിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പീസിന് ഒരു 30,000, 35,000, 40,000 രൂപയോളം വരും. കാരണം ഒരു 10-30 വർഷത്തിനപ്പുറത്താണെങ്കിൽ ഒരു ചീനോല സെറ്റ് ചെയ്യണമെങ്കിൽ കൂടിയ ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മതി. അപ്പോൾ അത് കാരണം ഇപ്പോൾ എന്താണ് പുരാവസ്തു മാറ്റിക്കൊണ്ട് അവരിപ്പോൾ പൈപ്പിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 60,000 രൂപ ഉണ്ടെങ്കിൽ 2 പൈപ്പ് സെറ്റാവും. അതേസമയം 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2 പൈപ്പിൻ്റെ നീളത്തിനുള്ള തേക്ക് മേടിക്കാൻ കാശ് അടക്കുള്ളൂ. അതേസമയം തേക്ക് മേടിച്ചാൽ തന്നെ പോലെ 5-ാം മാസം അല്ല 6-ാം മാസം കമ്പി കെട്ടണം, അതിന് പെയിൻ്റ് അടിക്കണം. അതേസമയം ഇപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റുന്ന മരപ്പണിക്കാരില്ല ഇവിടെ. ഇപ്പോൾ ഇനിയിപ്പോൾ ചുരുക്കി പറയാനാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ചീനോല തൊഴിലാളികളുണ്ട്. ഇപ്പം മറ്റുള്ള ആൾക്കാർ ഈ തൊഴിലിൽ നിന്ന് വിട്ടുകൊണ്ട് മറ്റുള്ള സ്ഥാപനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാർ ചീനോല തൊഴിലാളിനെ അറിയില്ല. ഈ ചീനോല മുതലാളിമാർക്ക് പോലും 10 പൈസ ഇത് കിട്ടിയില്ല. കാരണം ഇത് ബാങ്കിൽ കൊണ്ട് ഇതിൻ്റെ ലൈസൻസും ആധാരം എന്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് അംഗീകരിക്കില്ല. കാരണം ഇത് 24 മണിക്കൂർ ലൈസൻസാണ്. സ്വന്തം കയ്യിലെ കാശിന് പൊളിച്ചു മാറ്റണം കൊച്ചുമ്പോൾ ടേപ്പ് ആവശ്യപ്പെടുന്നു. ആ ഗ്യാരണ്ടിയാണ്. 6-ാം മാസം ചീനോല ടാക്സ് അടക്കണം. അടിച്ചില്ല അവർ ലൈസൻസ് കട്ട് ചെയ്താൽ. അപ്പോൾ ഇതുകൊണ്ട് മുതലാളിമാർക്ക് ലാഭമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം പടിഞ്ഞാട്ടുള്ള മുതലാളിമാർക്കാണ് ഇത്തിരി ലാഭക്കുറവ്. അതേസമയം ഇവിടെയുള്ള 3 ചീനോല മുതലാളിമാർക്ക് ലാഭം തന്നെ. കാര്യം 4,000, 5,000, 6,000 രൂപയൊക്കെ സീസണിൽ കിട്ടും. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസത്തിലേക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന കിഴക്കറ്റത്ത് ബാങ്കുകളൊക്കെയല്ല. എന്ന് വെച്ചാൽ രാത്രിയും പകലുമാണ് അവിടെ ജോലി എടുക്കണം. ഇങ്ങാരും ജോലി എടുക്കൊണ്ട് രാത്രിയും പകലുമൊക്കെ. എന്നാലും അവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു അറ്റത്ത് നിൽക്കണം വലിയ. ചില സമയങ്ങളിൽ മാസങ്ങളിൽ ഞങ്ങൾ മുതലാളിമാർക്ക് കൊടുക്കുന്ന പലരുടെ ആദായം എഴുതി വെക്കും. ഒരു മാസം എന്ത് ടോട്ടലുണ്ടെന്ന്. ചിലപ്പോൾ 50,000, ചിലപ്പോൾ 60,000 രൂപ ഒരു മാസം ഉണ്ടാവും. എന്നാലും അവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എപ്പോഴെങ്കിലും നഷ്ടമാണിത്. ഈ പ്രസ്താവന നഷ്ടമെന്നേ പറയുള്ളൂ, ലാഭമെന്ന് അവർ പറയില്ല. കാരണം ലാഭമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇതിപ്പോൾ സർക്കാരും അംഗീകരിക്കണില്ല. ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു നീളവും കണക്കൊക്കെ. ഇത് നീളമെന്ന് പറയുമ്പോഴത്തേക്ക് 30 മുഴമാണ് ഈ പുറത്തേക്ക് അഴുക്കോലി, 45 മുഴമാണ് കരയൊക്കെ അഴുക്കോലി. അങ്ങനെ എന്ന് വെച്ചാൽ അതിലും 10-15 മുഴം കൂട്ടി വെക്കണം. എങ്കിൽ മാത്രമേ ഈ വല വലിച്ചാൽ വരുള്ളൂ. ഇല്ലെങ്കിൽ വല വലിച്ചാൽ വരില്ല. കാരണം 2 ഒറ്റ ലെവലാകുമ്പോഴത്തേക്ക് കാരണം അവിടെ ഭാരം കൂടുതൽ. കാരണം പുറത്തെ ബ്രാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 32 മുഴം നീളമാണ്. കരിയ ബ്രാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 35 മുഴം, 36 മുഴം ഉണ്ടാവും. അപ്പോൾ അതിലും കൂടിയ നീളത്തിലാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിന് അല്ലെങ്കിൽ ചീഞ്ഞ പാവലൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വലയുടെ കാലുടിയും. അപ്പോഴാണ് മുതലാളിമാർക്ക് ഇത്തിരി കാശിന് ചിലവ് വരുന്നത്. ഇല്ലെങ്കിൽ വല്ല കൊല്ലത്തിൽ വല്ല 50 കിലോ കമ്പിയോ എന്തെങ്കിലും സംഭവിക്കണമുള്ളൂ. വല റിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വല മേടിക്കണം. അത് പണിക്കാർ തന്നെ ഇരുന്നു കൊണ്ട് സെറ്റ് ചെയ്യും. പിന്നെ വല സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച പണിക്കാരൻ വേറെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് മൊത്തം കരാറ് അങ്ങനെ കൊടുക്കും. കരാറ് കൊടുത്തു കഴിയുമ്പോൾ അയാൾ അയാൾക്കടെ പണിയെടുത്ത് വല കൊണ്ടുവന്ന് മുതലാളിക്ക് കൊടുക്കും. പക്ഷേ ഇതിപ്പോൾ ഇന്ന് പറയുമ്പോൾ ചീനോല തൊഴിലാളി ഉണ്ട് അതമ്പതിച്ച് കിടക്കുകയാണ്, പട്ടിണിയിലായി. നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാവില്ല. ഇപ്പോൾ റഫ് സീസണാണ്, പണി കിട്ടണ മാസമാണ്. വല വലിക്കാനായിട്ട് പാവൽ കാരണം വല വലിക്കാൻ പറ്റണില്ല. വല വലിച്ചിട്ട് തന്നെയാണ് മീനും ഇല്ല. അങ്ങനൊരു കാലഘട്ടമാണ്. കൃഷ്ണൻ എങ്ങനെ ഇതിലോട്ട് വന്നത്? ഞാനൊന്ന് ഇതിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ ചീനോല പണിക്കാരനാണ്. അപ്പോൾ അപ്പൻ്റെ കൂടെ ഇങ്ങനെ വന്നാണ് ഞാൻ ഈ പ്രസ്താവന കണ്ടത്. കാരണം ഇതുമായിട്ട് താല്പര്യം എന്ന് പറയുമ്പോൾ അന്ന് അതേപോലെ മീനുണ്ട്. ഇന്നിപ്പോൾ മീനില്ല. എന്നു പറഞ്ഞാൽ അന്ന് ഇവിടെ വരുമ്പോൾ അപ്പം കൊണ്ടുവന്ന മീൻ ഒരു വീട്ടിൽ കറിക്ക് കൊണ്ടുവന്ന മീനുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 6 പേരുടെ കുടുംബത്തിൽ കഞ്ഞി വെക്കാം. അതേപോലെ മീനുള്ള സമയമാണ് കാലഘട്ടമാണ്. ഇന്നിപ്പോൾ അതൊക്കെ പോയി. ഇന്ന് ഇത്തിരി മീനുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ 2000 രൂപയാണ് വിളിക്കണത്. ആ 10-200 രൂപ കുറച്ച് കൊടുത്തില്ലെങ്കിൽ മീൻ രണ്ടാമത് കൂട്ടിയാലും അവർ ലേലം വിളിക്കും. കാശ് കുറച്ചേ വിളിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ കാശ് ഞങ്ങൾ അവിടെ ഇളവ് ചെയ്യും. അപ്പം മീൻ മേടിക്കാൻ വേണ്ടി അറിയണത് എന്താണ്, ഇത്ര വിലക്കാനല്ല മീൻ എടുത്തത്. അപ്പോൾ അവരോട് പറയും 100 രൂപ കൂടി ലാഭം തന്നെ. അവർക്ക് 100 രൂപ കൊടുത്തിട്ട് അപ്പോൾ അവിടെ വരുന്ന കൈ നനയാതെയാണ് അവർ 100-300 രൂപ ലാഭം മേടിക്കണത്.
കൃഷ്ണൻ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. സ്കൂളിൽ പോയിട്ടില്ല. ഏയ് ഞാൻ എന്തിനൊക്കെ പറയും. പിന്നെ ഞാൻ ഈ വെള്ളക്കാരോടും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുക, കാരണം കേട്ട് അറിവ്. അല്ലാതെ സ്കൂളിൽ പോയാൽ കാരണം സാമ്പത്തികം കഴിവില്ലാഞ്ഞിട്ടല്ല, അങ്ങനെയുള്ള ബോധം തോന്നിയില്ല.